ചേട്ടൻ വരാറായി. ചായ ഇട്ട് വെച്ചേക്കാം. വരുമ്പോൾ തന്നെ പറയണോ അത് പിന്നീട് സാവധാനം പറയണം? എന്തായാലും സംഗതി നടക്കണം. ചായ എന്തായാലും ഇട്ടു. ഇപ്പം വരും. വന്നെന്നാ തോന്നണം. സൗണ്ട് കേൾക്കണം. വന്ന് വിളിക്കണുണ്ട്. എന്തായാലും ചായ കൊണ്ടുപോയിട്ട് പതുക്കെ കാര്യം അവതരിപ്പിക്കാം. സാഹചര്യം അനുസരിച്ച് കാര്യം അവതരിപ്പിക്കണം. ഇപ്പം എങ്ങനെയാണ് നോക്കട്ടെ. ചേട്ടാ ചായ. വരുന്നു. എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. നമുക്ക് ഇങ്ങനെയൊക്കെ കിടന്നാൽ മതിയോ? നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ആ പൈസയെ കൊണ്ട് എങ്ങനെയാട്ടാ നല്ലതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നേ? ഈ വീടൊക്കെ കിടക്കണ കണ്ടില്ലേ? കുട്ടികൾക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ ലോണൊക്കെ എടുത്താൽ അത് അടയ്ക്കാൻ ഭയങ്കര പാടല്ലേ? അതല്ലെന്ന് ഞാൻ വേറൊരു കാര്യം ആലോചിച്ച്. അത് നമ്മളെ ശരീരത്തിൽ ഓരോ പാർട്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ വിറ്റ് ഇഷ്ടംപോലെ പൈസ ഇല്ലെന്ന്. അങ്ങനെ അല്ല. ഈ വൃക്ക എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് ഒന്ന് കൊടുത്താ മതി. ഇല്ല, ഒന്ന് മതി മനുഷ്യന് ജീവിക്കാൻ. ഒന്ന് മതി. പിന്നെ എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് ചേട്ടൻ്റെ കൊടുക്കാമെന്ന്. അപ്പം നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയാൽ ഒന്ന് മതി ജീവിക്കാൻ. അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും പ്രശ്നമായ ചേട്ടൻ നോക്കാൻ ഞാനില്ലേ? എൻ്റെ വൃക്കയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഡോക്ടർ ഒന്ന് പറഞ്ഞു. ഒരു 25 ലക്ഷം വരെ കിട്ടും. ഓ, നമുക്ക് വീടും വെച്ച് പിന്നെ കുറച്ച് ഡെപ്പോസിറ്റും ചെയ്ത് നമുക്ക് സുഖമായിട്ട് പലിശയൊക്കെ വാങ്ങി ജീവിക്കാമല്ലോ. പിന്നെ ഒരു കാർ എടുക്കണം, കുട്ടികളെ പഠിത്തം. ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ. നമുക്ക് അങ്ങനെ ചെയ്താലാ? കിഡ്നിയല്ലേ ചേട്ടാ? ഞാൻ കളയത്തില്ല. എന്നെ ചേട്ടന് വിശ്വാസം ഇല്ലേ? ഞാൻ ജീവിതകാലം മുഴുവനും ചേട്ടൻ്റെ കൂടെ തന്നെ കാണും. പൈസ കിട്ടിയ ഉടനെ. ഒരെണ്ണം കൊണ്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഒരെണ്ണം കൊണ്ട് ജീവിതകാലം മുഴുവനും ജീവിക്കാം. മനുഷ്യന് ഒന്നിന്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഒന്നിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ പ്രവർത്തിക്കാം. ഇപ്പൊ എന്റേത് 2 കേടാന്നാ ഡോക്ടർ പറഞ്ഞത്. ചേട്ടന് ഇപ്പൊ പ്രശ്നമില്ലായിരിക്കും. നമുക്ക് പോയി നാളെ ചെക്ക് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഒന്നെടുത്തങ്ങ് വിൽക്കാം. ഇല്ലെങ്കിലുള്ള ഞാൻ കാണും. സത്യമായിട്ടും ഞാൻ സത്യം ചെയ്തു തരാം. ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. ചായ കൊള്ളാമെന്നില്ല. ചേട്ടാ എന്ത് ചേട്ടാ ഇങ്ങനെ പറയണം? എങ്കിലും എന്നാ വിശ്വാസമില്ല. അപ്പൊ സമ്മതിക്കോ? എന്തായാലും നാളെ പോവാം. നാളെ ഒരെണ്ണം കൊടുക്കാം. നമ്മളെ ബാധ്യത എല്ലാം തീരുമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം. ഇല്ല നമുക്ക് നാളെ രാവിലെ പോവാം. ഓക്കെ? അതാ ചതിക്കൂ? ചേട്ടൻ എന്തായാലും നല്ല സ്നേഹമുള്ള ചേട്ടൻ തന്നെ. നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ. പിന്നെ ചായ കുടിച്ചെങ്കിലേ ഞാൻ പോയി ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കഴിക്കാം. ചേട്ടൻ പോയി കുളിക്കും. ആശുപത്രിയിലെ അതേ ഗ്രൂപ്പിലുള്ള കിട്ടിയില്ലല്ലോ. എന്തായാലും നിന്റെ ഐഡിയ സൂപ്പർ. അല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കും ചേട്ടാ? വീട് കിടക്കണ കണ്ടില്ലേ? പോയി. കുട്ടികൾ കിടക്കല്ലേ? കുട്ടികളെയും കൊണ്ട് ഈ വീട്ടിലെ എത്ര ദിവസം ഒന്നും പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ? എല്ലാം ശരിയാവും ചേട്ടാ. കൂലിപ്പണിക്ക് പോയി എത്ര കിട്ടും? അതെല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സൂപ്പർ ഐഡിയ. ബ്ലഡ് ഗ്രൂപ്പും കൂടി കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടും. ഡോക്ടർ പറഞ്ഞു എല്ലാം സെറ്റ് ആക്കാം. വീട് കണ്ടത് അവിടെ അത്രയും വെള്ളം താഴെ വീഴും. കണ്ട ഈ നിലയിലാണ്. വീടൊക്കെ ഒന്ന് അടിപൊളിയാക്കണം. ആ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 10-20 ലക്ഷം രൂപ കിട്ടൂലേ? കിട്ടും. ഒരു കിഡ്നി അല്ലേ ഏട്ടാ പോണോള്? മറ്റതില്ലേ? അത് മാത്രമല്ല ചേട്ടനെ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ എന്തിനു വിഷമിക്കുന്നത്? പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ചേട്ടാ ഇതിന് മുതിർന്നതെന്ന് എനിക്ക് മനസ്സിലായി. തേച്ചിട്ട് പോവൂ.
ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? എങ്കിൽ പിന്നെ അത് വേണ്ട, എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്യണ്ട. അങ്ങനെയല്ല, നീ പോവൂല എങ്കിലും ഞാൻ ഇന്നത്തെ കാലമാണ് പറയാൻ പറ്റൂല. ഓരോരുത്തരും എന്ത് നല്ല രീതിക്കാ ജീവിക്കണേ. അപ്പൊ നമുക്ക് ആ പൈസ വെച്ചിട്ട് ഒരു വീടും വെച്ച് കാറും ഒക്കെ എടുത്ത് സുഖമായിട്ട് ജീവിച്ചൂടെ? അതല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തായാലും ഇഴജന്തുക്കൾ വരെ ഇതിനകത്താ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പൈസ കിട്ടുമല്ലോ, അപ്പോഴത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും തീരും. ചേട്ടാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് സമാധാനമായിട്ട്. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ഇവിടെ നിൽക്കണ കേട്ടാ, ഞാൻ ഇവിടെയൊക്കെ മൊത്തം നോക്കി. ആ ഓട്ട വീടിന്റെ അവിടെ ഒരു തെങ്ങ്. ഇവിടെ ഇരിക്കണം, കൊള്ളാം. ഇത്ര അടുത്ത് നിന്നിട്ടാണ് ഞാൻ. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ അയാളെയും കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്ലഡ് ഗ്രൂപ്പ് കൂടെ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ പൈസ കിട്ടും. പിന്നെ പൈസ കിട്ടാൻ 20 ലക്ഷം രൂപ എന്തായാലും കിട്ടും. ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും പോയി നല്ലൊരു വീടൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ അതൊക്കെ പണ്ട്. ഈ പ്രാക്ക് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ചുമ്മാ അന്ധവിശ്വാസങ്ങൾ ഓരോരുത്തർ പറയുന്നത്. പിന്നെ ആര് നോക്കണത്? നമുക്ക് അങ്ങനെയെങ്കിലും ഉപയോഗമാവട്ടെ. എനിക്ക് നല്ലതുപോലെ ജീവിക്കണം എന്തായാലും. ആ പൊളിഞ്ഞ ആ ജനലിടാത്ത വീട്ടിലൊന്നും എനിക്ക് വയ്യ കഴിയും. 20 ലക്ഷം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. 25 നമുക്ക് സെറ്റാക്കാം. ആശുപത്രി ഇച്ചിരി പോലും പൈസ ഞങ്ങൾ ശരിയാ. പിന്നെ പിറ്റേന്ന് തന്നെ രാവിലെ ഞാൻ ഇങ്ങ് വരും. പിന്നെ പൈസ ചിലവാക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഞാൻ ഇപ്പം കിടന്നുറങ്ങും, റെസ്റ്റൊക്കെ കിടന്ന് മോനെ ഭയങ്കര സ്നേഹത്തിലൊക്കെ നിന്ന് സംസാരിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. ചേട്ടൻ തൊട്ടിരിക്കാൻ നമുക്ക് ബീച്ചിലോട്ടാണോ പോയാലോ? നടക്കാം, വാ. അതല്ലേ ഞാൻ പറഞ്ഞത്. ചേട്ടൻ ചേട്ടന് ശ്രദ്ധയൊക്കെ പോയാ? ഞാൻ അവിടെ പറഞ്ഞിട്ട് വന്നത് ഇത് ഞാൻ ജോലിക്കണ വീട്ടിലെ ചേച്ചിക്കുള്ളത് എനിക്ക് തന്നത് സത്യമായിട്ടും. പിന്നെ ഞാൻ ഈ മോഡലുള്ള ഡ്രസ്സൊക്കെ എവിടെ നിന്ന് മേടിക്കണം? ഈ പാന്റും ആ ചേച്ചിയുടെ ഹസ്ബൻഡിനുള്ളതാണ്. അത് ഇത്തിരി അടിച്ചാൽ മതി. ഇതുപോലെ തോന്നി കിടക്കണം, എനിക്ക് തരാന്ന് പറഞ്ഞു ചേച്ചി. അതല്ല ഞാൻ ഇപ്പൊ ഇട്ടുകൊണ്ടാകണം. എന്തായാലും ദൈവം സഹായിച്ചതുപോലെ സെറ്റായി. എന്തായാലും നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേരത്തെ കിടക്കണം. അപ്പൊ ഞാൻ വെള്ളം നാളെ 8 മണിക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞത്. അഡ്മിറ്റ് ആവണം. ശരി, വെള്ളം എടുത്തോണ്ട് വരും. ഡോക്ടർ എങ്ങനെയുണ്ട്? നമ്മുടെ സർജറി ഒക്കെ സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മറ്റേ പേഷ്യന്റിനെ പോയി കണ്ടിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ ചെയ്യണം. ഓക്കെ, ബോധം വരുമ്പോൾ വന്നോ? കണ്ടോ? ബോധം വരുമ്പോ ഒന്ന് വിളിക്കണേ. ഓക്കെ, വിളിക്കാം. അതെ, ഒന്ന് നിന്നെ. എന്താ? അപ്പം 1 മാസം വരെ നല്ല കെയറിങ് കൊടുക്കണം. വെയിറ്റ് ഒന്നും അധികം എടുക്കാൻ സമ്മതിക്കരുത്. എല്ലാം കുറച്ച് സൂക്ഷിച്ച് വേണം ഇനി 1 മാസം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് കൊണ്ടുവരണം. ഓക്കെ, പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്, പോയി കണ്ടോളൂ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട്? ശരിയായി. പൈസയൊക്കെ കിട്ടിയാ? പൈസയൊക്കെ ബാഗിനകത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. നമ്മളെല്ലാ ബാധ്യതയും തീരുമല്ലേ? നമ്മളെല്ലാ ബാധ്യതയും തീരൂല, എൻ്റെ എല്ലാ ബാധ്യതകളും പ്രശ്നങ്ങളും തീരും. ഞാൻ കൗണ്ടറിൽ പൈസ എല്ലാം അടച്ചിട്ടുണ്ട്, ബില്ലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പൈസ ഉണ്ട്, ഇത് അത്യാവശ്യത്തിനൊന്ന് എടുത്തോളണം. പിന്നെ ഞാൻ പോവുകയാണ്. എനിക്കിനി ഇയാളുടെ കൂടെ ജീവിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ സ്നേഹിക്കുന്ന പയ്യൻ താഴെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നു. ഓക്കെ, ഇവള് ശ്രദ്ധിച്ചിട്ട് പോയതാണെന്നാണ് തോന്നണത് കേട്ടോ. എന്തായാലും ഇവൾ അന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ആരോ ഇവൾക്ക് വാങ്ങിക്കൊടുത്തു.
എന്തായാലും ഇവളെന്നെ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ട് ഞാനിപ്പോൾ രോഗിയായി. എന്തായാലും അവൾ കൊണ്ടുപോയി രക്ഷപ്പെടട്ടെ. ഒരു സ്ത്രീകളെ ഇനി വിശ്വസിച്ചൂടാ. ഹലോ ഹലോ ചേട്ടാ, എല്ലാ കാര്യവും സക്സസ് ആയിട്ടുണ്ട്. പൈസയും കിട്ടി. ഞാൻ വേളിയിൽ കാണാം, നമ്മളെന്നും കാണുന്ന സ്ഥലമില്ലേ, അവിടെ ഞാൻ കാണാം. ഓക്കെ, അപ്പം ഇനി പൊളിക്കാം. ശരി ശരി ശരി. കാമുകന് വേണ്ടി ഭർത്താവിനെ വഞ്ചിക്കുന്ന കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അവൻ്റെ സ്നേഹത്തിന് അവൾ നൽകിയത് ചതി എന്ന പ്രതിഫലം മാത്രം. ഭാര്യയുമൊത്ത് മുന്നോട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയവനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഇവരെ പോലുള്ള സ്ത്രീകൾ ഈ സമൂഹത്തിൽ നിലനിൽക്കരുത്. അത് മറ്റുള്ള സ്ത്രീകൾക്കും അപമാനമായി മാറും. ജീവിതം ഒന്നു മാത്രം, അത് സത്യസന്ധതയോടെ ജീവിക്കാൻ ശ്രമിക്കുക. ആട്ടക്കലാശത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.